നൂറിനാട് അമ്മയെയും മക്കളെയും ഇറക്കിവിട്ട സംഭവത്തിൽ CPM നേതാക്കളുടെ ക്രൂരത തുറന്നു പറഞ്ഞ കുട്ടികളുടെ അമ്മ റജബ് കനത്ത മഴയിലും 7 മണിക്കൂറാണ് പുറത്തു നിർത്തിയത്. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ പോലും അനുവദിച്ചില്ല. കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോയ സമയത്താണ് വീട് പൂട്ടി കൊടി കുത്തിയതെന്നും അമ്മ റജബ്. മുൻപ് താമസിച്ച ആള് പൈസ കൊടുക്കാനുള്ളതിന്റെ പേരില് ഞങ്ങളെ എന്തിനാണ് ഇറക്കിവിടുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേനും അവർ താഴിട്ട് പൂട്ടി ഞങ്ങൾ വെളിയിൽ അത്രയും നേരം നിൽക്കുമായിരുന്നു. കുഞ്ഞിന് വയ്യാതായി, പിന്നെ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോയി തിരിച്ചു വന്നപ്പോഴാണ് ഇത്രയും സംഭവം. ഞങ്ങൾ 3 ദിവസം നിന്നിട്ടും അവര് വന്നില്ലായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞിന് ഇച്ചിരി ആഹാരം കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും അവര് കതവ് തുറന്നു തന്നില്ല. പിന്നെ എന്റെ ഭർത്താവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, നിന്നെ ഇവിടെ താമസിപ്പിക്കത്തില്ല, ഇനി ഇവിടെ താമസിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. എന്റെ മക്കളെയും കൂടെ 7 മണിക്കൂർ വരെ അവിടെ നിർത്തി ഭക്ഷണം കൊടുക്കാനോ കയറാനോ ഒന്നും പറ്റാതെ ഞങ്ങൾ പുറത്ത് മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കുഞ്ഞിനെ കൊണ്ട്. അതിനിടെ CPM പാലമേൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നൌഷാദ് കുടുംബത്തെ ഭീഷണിപ്പെടുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നു. ഇതാണ് നിന്നോട് ആദ്യം പറഞ്ഞില്ലോടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ കയറി താമസിക്കാൻ പറ്റത്തില്ല, വാടകയ്ക്ക് പറ്റത്തില്ല, മേടിക്കാൻ പറ്റത്തില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലയോ? ഞാൻ മേടിച്ചില്ലല്ലോ. നീ വാടകയ്ക്കായാലും ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലയോ? പൈസ കൊടുക്കാണ്ടോ? ഞാൻ നൗഷാദാ. നീ അവനെ കൊണ്ട് പാവങ്ങളുടെ പൈസ കൊടുക്കാനുണ്ടെന്നാ നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലയോ? നടക്കത്തില്ലെന്ന് പറഞ്ഞില്ലയോ? അവനോടും ഞാൻ വിളിച്ചു പറഞ്ഞില്ലയോ? ഞാൻ ആർക്കും പൈസ കൊടുക്കാനില്ലല്ലോ. അവനും വിളിച്ചു പറഞ്ഞില്ലേ ഇവിടെ കനാലില് വാടകയ്ക്ക് താമസിക്കാൻ പറ്റത്തില്ല. വാടകയ്ക്കല്ല, അവനെ ഇഞ്ഞു കൊണ്ടുപോവാ. അവനോട് പറയാൻ പറ, നിനക്ക് ആ തന്നേക്കുന്നത് നിനക്ക് വിട്ടെന്തോ വലിയ വാടകയ്ക്ക് തന്നെന്നോ അവനോട് പറയാൻ പറ. അവനെ ഇഞ്ഞു വരാൻ പറ. അവനെ വിളിക്കാതെ നീ ഇവിടെ കയറത്തില്ല. ഇവിടത്തെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. നീ എന്തുമല്ല അങ്ങ് പോലീസിനെയും പട്ടാളത്തെയും ഒക്കെ വിളി, ആ കനാലുകാരൊക്കെ വിളി, ഇവിടെ നടക്കത്തില്ല. ഇനിയുള്ള കാലത്ത് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയാൽ ആൾക്കാർ റെക്കോർഡ് ചെയ്ത് പുറത്തിടും എന്ന് നേതാക്കന്മാരെ വിചാരിക്കുന്ന കൊള്ളാം. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നു നൂറിനാട്ടിൽ നിന്ന്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇപ്പോൾ അവിടുത്തെ ലോക്കൽ സംഭവം? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നല്ല കലിപ്പിലാണല്ലോ. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ വൈകുന്നേരം പുറത്തുവിട്ട വാർത്തയാണ്. അതിൽ ലോക്കൽ സെക്രട്ടറി ഈ ഭീഷണിപ്പെടുത്തുന്ന നൌഷാദ് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശവും ഒപ്പം ഇന്നലെ ആ വീട്ടിൽ ഈ കുടുംബത്തിന് നേരിടേണ്ടി വന്ന ക്രൂരതയുമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ എന്താണ് കാരണമെന്ന് വെച്ചാൽ CPM നേതാക്കൾ നൽകുന്ന വിശദീകരണം 2006 സർക്കാർ നൽകിയ EMS ഭവന പദ്ധതി പ്രകാരം നൽകിയ വീട് അതിൻ്റെ ഉടമ മറിച്ചു വിൽപ്പന നടത്തി. അത് നിയമപ്രകാരമല്ല, ചട്ടവിരുദ്ധമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടപെട്ട് അവിടെ പകരമെത്തി താമസക്കാരെ ഇറക്കി വിടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അവർ വിശദീകരണമായി നൽകുന്നത്. പക്ഷേ സർക്കാരിൻ്റെ പദ്ധതിയിൽ അങ്ങനെ ഒരു അട്ടിമറി നടന്നാൽ അതിൽ CPM ആണോ ഇടപെടേണ്ടത്, അതോ നിയമപരമായുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണോ വേണ്ടത് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഇന്നലെ CPMൻ്റെ ലോക്കൽ സെക്രട്ടറി അടക്കം എത്തിയാണ് അമ്മയെയും 10 വയസ്സിന് താഴെയുള്ള 2 പെൺമക്കളെയും അവിടെ നിന്ന് കുടി ഒഴിപ്പിക്കുന്നത്. അതിനുശേഷം 7 മണിക്കൂറിലോളം വൈകുന്നേരം പെയ്ത മഴയിൽ അവർക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നു. 7 വയസ്സുകാരിയായ കുട്ടിക്ക് ഭക്ഷണം നൽകാൻ പോലും തയ്യാറായില്ല, അതിന് സമ്മതിച്ച് പോലുമില്ല CPM നേതാക്കൾ എന്നുള്ളതാണ് ആ കുട്ടികളുടെ അമ്മ റജബ് ഇന്ന് നമ്മളോട് വ്യക്തമാക്കുന്നത്. ഒപ്പം ആ കുട്ടിക്ക് രാത്രിയോടെ വയ്യാതെയായി. ആ രാത്രി പോലീസ് എത്തി വീട് തുറന്നു കൊടുത്തെങ്കിലും CPM നേതാക്കളുടെ ഭീഷണി തുടരുന്നതിനാൽ ആ വീട്ടിൽ കഴിയാനാകില്ല എന്ന നിലപാട് പറഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു. പിന്നീട് ശാസ്താംകോട്ടയിലുള്ള ബന്ധുവിൻ്റെ വീട്ടിലാണ് കഴിഞ്ഞത്. രാത്രി ശാസ്താംകോട്ട ആശുപത്രിയിൽ ആ കുട്ടിയെ അവശതയിലായ ഭക്ഷണം പോലും കഴിക്കാനാവാതെ അവശതയിലായ കുട്ടിയെ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആ സംഭവങ്ങൾക്കൊക്കെ പിന്നാലെയാണ് ഇന്നലെ ഈ വീട്ടിൻ്റെ ഗൃഹനാഥനെ വിളിച്ച് CPMൻ്റെ ലോക്കൽ സെക്രട്ടറി നൌഷാദ് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നിരിക്കുന്നത്. പോലീസിനെ വിളിച്ചാലും പട്ടാളത്തെ വിളിച്ചാലും പേടിയില്ല എന്നുള്ളതാണ് CPM നേതാവ് പറയുന്നത്. എന്തായാലും ഇതിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. വ്യക്തമായ മറ്റ് കാര്യങ്ങളിലേക്ക് 1 മണിക്കൂറുകളിൽ അവർ കടക്കാനും ഒരുങ്ങുകയാണ്.